കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇവരാണോ, തമിഴ്നാട് മാത്രമാണോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസർ? നമ്മളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ്. നമ്മുടെ മലബാർ ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസേഴ്സ് എന്ന് വെച്ചാൽ 14ഓളം സ്റ്റേറ്റുകൾ, ഇൻക്ലൂഡിങ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്. അതാണ് ബ്രിട്ടീഷ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയും തിരുവിതാംകൂറുമായിട്ട് ഒരു കരാറുണ്ടാക്കുമ്പോൾ ആ കരാറിനെ ബേസ് ചെയ്തൊരു ലിറ്റിഗേഷൻ വരുമ്പോൾ ഇവരെല്ലാവരും ആ ലിറ്റിഗേഷനിൽ കക്ഷികളാവണം. അല്ലാണ്ട് കേരളവും തമിഴ്നാടും കൂടി പോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസേഴ്സ് മുഴുവനും വരണം. കരാറിൻ്റെ അവസ്ഥ വളരെ പരിഹാസ്യമായ അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് കേരളം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ സക്സസറാണ് തമിഴ്നാട്, തിരുവിതാംകൂറിന്റെ സക്സസറാണ് കേരളം. കാരണം നമ്മുടെ കന്യാകുമാരി ഇപ്പോൾ അവിടെയാണ്. ഇപ്പോഴത്തെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? കരാറിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരാള്, കരാറിൽ ഏർപ്പെടുന്നവൻ ലെസ്സറും ലെസ്സിയും ഒരാള്. എന്തോ കരാറായത്? കൊടുക്കുന്നവൻ ഞാൻ, വാങ്ങുന്നവനും ഞാനായ പിന്നെ എന്നാ കരാറ്?